ഹലോ എവരിവൺ, ഇന്ന് നമ്മൾ എറർ ഫംഗ്ഷൻ എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ dy/dx + p(x, y) = f(x) ഫോമിലാണെങ്കിൽ അതിന് ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടിട്ട് നമുക്ക് സോൾവ് ചെയ്യാം അല്ലേ. അപ്പോൾ ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടിട്ട് സോൾവ് ചെയ്യുമ്പം നമ്മൾ രണ്ട് സൈഡിലും ഇൻറ്റഗ്രേറ്റ് ചെയ്യില്ലേ. ആ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന കേസിൽ നമുക്ക് നോൺ എലമെൻ്ററി ആൻറ്റി ഡെറിവേറ്റീവ് വരികയാണെങ്കിൽ നമുക്കിവിടെ എറർ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഓക്കെ, ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നോൺ എലമെൻ്ററി ആൻറ്റി ഡെറിവേറ്റീവ് വരുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുക, എറർ ഫംഗ്ഷൻ യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ എറർ ഫംഗ്ഷൻ വരുന്നത് നമുക്കറിയാവുന്ന ഒരു റിസൾട്ട് എന്നാണ്. ഇൻ്റഗ്രൽ 0 to ∞ e⁻t² dt എന്ന് പറയുന്നത് √π/2 ആണ്. ഇത് റിസൾട്ടാണ് കേട്ടോ. ഇൻ്റഗ്രൽ 0 to ∞ e⁻t² dt എന്ന് പറയുന്നത് √π/2 ആണ്. അപ്പോൾ ഇവിടെ ഞാൻ ഇൻ്റഗ്രൽ 0 to ∞ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇൻ്റഗ്രൽ 0 to x + ഇൻ്റഗ്രൽ x to ∞ എന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നത്. 0 to ∞ 0 to x + x to ∞ എന്ന് എഴുതി. അപ്പോൾ ഇവിടെ എന്ത് വരും, ഇൻ്റഗ്രൽ 0 to ∞ എന്നുള്ളത് 0 to x e⁻t² dt പ്ലസ് ഇൻ്റഗ്രൽ x to ∞ e⁻t² dt = √π/2. ഓക്കെ, ഇനി ഇതിനെ ത്രൂ ഔട്ട് 2/√π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 2/√π, അതായത് ഈ സൈഡ് 1 ആക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. 2/√π ഇൻ്റഗ്രൽ 0 to x e⁻t² dt പ്ലസ് 2/√π ഇൻ്റഗ്രൽ x to ∞ e⁻t² dt = √π/2 × 2/√π എന്ന് പറയുമ്പോൾ 1 വരും. ഓക്കെ, അപ്പോൾ 2/√π ഇൻ്റഗ്രൽ 0 to x e⁻t² dt പ്ലസ് 2/√π ഇൻ്റഗ്രൽ x to ∞ e⁻t² dt = 1 എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതിലുള്ള ഈ ഫസ്റ്റ് പാർട്ടിനെ, അതായത് 2/√π ഇൻ്റഗ്രൽ 0 to x e⁻t² dt, ഇതിനെയാണ് നമ്മൾ എറർ ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് വിളിക്കുന്നത്. ERF(x) എന്ന് ഡിനോട്ട് ചെയ്യും. ഓക്കെ, ഇതിൽ സെക്കൻഡ് പാർട്ട്, അതായത് 2/√π ഇൻ്റഗ്രൽ x to ∞ e⁻t² dt-നെയാണ് നമ്മൾ കോംപ്ലിമെൻ്ററി എറർ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. അതായത് ERFC(x) എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഇത് എറർ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്, ഇത് കോംപ്ലിമെൻ്ററി എറർ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. ഇവിടെ 0 to x ആണ് അല്ലേ. ഇവിടെ 0 to x-ന് ഏത് വാല്യൂസ് കൊടുക്കുന്നു അതിനനുസരിച്ചിട്ട് എറർ ഫംഗ്ഷൻ ഓഫ് ദാറ്റ് വാല്യൂ. ഇപ്പോൾ 0 to 1 ആണെങ്കിൽ എറർ ഫംഗ്ഷൻ ഓഫ് 1 വരും, അങ്ങനെ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം, എറർ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ് ഫസ്റ്റത്തത്, രണ്ടാമത്തത് കോംപ്ലിമെൻ്ററി എറർ ഫംഗ്ഷൻ ആണ്. ഇത് രണ്ടും കൂടി സം ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക, = 1 ആണ് അല്ലേ. അപ്പോൾ എറർ ഫംഗ്ഷൻ ഓഫ് എക്സ് പ്ലസ് കോംപ്ലിമെൻ്ററി എറർ ഫംഗ്ഷൻ ഓഫ് എക്സ് = 1 എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലംസിന് എങ്ങനെ വരുന്നു നോക്കാം. ക്വസ്റ്റ്യൻ എഴുതാം. സോൾവ് dy/dx - 2xy = 2 വിത്ത് y of 0 = 1. അപ്പോൾ നമുക്ക് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആണ്, ഇനീഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ p(x) എന്ന് പറയുന്നത് എന്താണ്, p(x) = -2x ആണ്. അതേപോലെ f(x) എന്ന് പറയുന്നത് 2 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാം. ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ e⁻p(dx) ആണ്, p(x) dx ആണ്. ദാറ്റ് ഈസ് e⁻p(x) എന്ന് പറയുന്നത് -2x dx വരും. ദാറ്റ് ഈസ് e⁻2 ഇൻ്റഗ്രൽ x dx എന്ന് പറയുന്നത് x²/2 വരും അല്ലേ. സോ ഇതെന്ത് വരും, e⁻−x² വരും. സോ ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ വരുന്നത് e⁻−x² ആണ്. സോ നമ്മളെ ഡിഫറൻഷ്യൽ ഫോം എന്ത് വരും, d/dx ഓഫ് y ഇൻറ്റു ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ f(x) ഇൻറ്റു ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ അല്ലേ. അതായത് d/dx ഓഫ് y എന്താണ്, y ഇൻറ്റു ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുമ്പം e⁻−x². ദിസ് ഇസ് ഈക്വൽ ടു f(x) എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 2 ഇൻറ്റു e⁻−x² എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ രണ്ട് സൈഡും ഇൻറ്റഗ്രേറ്റ് ചെയ്യാണ് ചെയ്യുക അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 2 ഇൻറ്റു e⁻−x². അപ്പോൾ ഇതെന്താണ്, ഒരു നോൺ എലമെൻ്ററി ആൻറ്റി ഡെറിവേറ്റീവ് ഫംഗ്ഷനാണ്. ഓക്കെ, e⁻−x² എന്ന് പറയുന്നത് ഒരു നോൺ എലമെൻ്ററി ആൻറ്റി ഡെറിവേറ്റീവ് ഫംഗ്ഷനാണ്. അപ്പോൾ ഇങ്ങനത്തെ കേസിലാണ് നമുക്ക് എറർ ഫംഗ്ഷൻ്റെ യൂസേജ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. സോ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എവിടെ നിന്ന് മുതൽ x0 to x വരെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അതായത് ഡെഫിനിറ്റ് ഇൻറ്റഗ്രലാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. x0 to x വരെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം, x0 മുതൽ x വരെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഫംഗ്ഷനിൽ നമുക്ക് x² ഉണ്ട് അല്ലേ. അപ്പോൾ ഇൻറ്റഗ്രൽ x0 to x, വീണ്ടും ഇവിടെ x² ഒക്കെ വരുമ്പോൾ അവിടെ ചെറിയൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഡമ്മി വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും.
ടി എന്ന് പറഞ്ഞിട്ട് ഒരു ഡമ്മി വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ എക്സിന് പകരം എന്ത് കൊടുക്കും? ഡമ്മി വേരിയബിൾ ടി കൊടുക്കും. പിന്നെ ഇൻറ്റഗ്രേറ്റിംഗ് ഫ്രം എക്സ് നോട്ട് എക്സ്. അപ്പോൾ ടി എന്ന് പറയുന്നത് വേരിയസ് ഫ്രം എവിടെ മുതൽ എവിടെ വരെയാണ്? എക്സ് നോട്ട് ടു എക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇതെന്താ വരിക? ഡെറിവേറ്റീവ് ഓഫ് വൈ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് വരും. ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? ഇൻറ്റഗ്രേറ്റിംഗ് ഫ്രം എക്സ് നോട്ട് ടു എക്സ്. ഓക്കെ, ഡെറിവേറ്റീവ് ഓഫ് വൈ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ, എക്സിന് പകരം എന്ത് കൊടുക്കണം? ടി സ്ക്വയർ കൊടുക്കണം, ഈക്വൽ ടു ഇൻറ്റഗ്രൽ എക്സ് നോട്ട് ടു എക്സ് 2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി സ്ക്വയർ ഡി ടി. ഓക്കെ, ഇങ്ങനെ ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ കൊടുക്കുന്ന സമയത്ത് നമുക്ക് സി കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ വരിക? ഡെറിവേറ്റീവ് ഓഫ് വൈ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ വൈ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി സ്ക്വയർ തന്നെ വരും ഫ്രം എക്സ് നോട്ട് ടു എക്സ്. നമുക്ക് ടി ആണ് കേട്ടോ, ടിക്കാണ് നമ്മൾ വാല്യൂ കൊടുക്കുന്നത് എക്സ് നോട്ട് മുതൽ എക്സ് വരെ. ദിസ് ഇസ് ഈക്വൽ ടു ഇതിൻ്റെ ഇൻറ്റഗ്രേഷൻ നമുക്ക് എന്താണെന്ന് അറിയില്ല, അപ്പോൾ അതങ്ങനെ തന്നെ വെക്കുക. ഇൻറ്റഗ്രൽ എക്സ് നോട്ട് ടു എക്സ് 2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി സ്ക്വയർ ഡി ടി. ഓക്കെ, അപ്പോൾ ഇവിടെ വാല്യൂസ് കൊടുത്താൽ എന്ത് വരും? എക്സിനാണ്, ടിക്കാണ് നമ്മൾ എക്സ് കൊടുക്കുന്നത്. അപ്പോൾ വൈ ഇൻറ്റു ഇ റേസ് ടു y ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈക്ക് പകരം നമ്മൾ വൈ ഓഫ് എക്സ് ആണല്ലേ അവിടെ ശരിക്കും. അപ്പോൾ വൈ ഓഫ് എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ ഓഫ് എക്സ് നോട്ട് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി സ്ക്വയർ ഈക്വൽ ടു ഇൻറ്റഗ്രൽ എക്സ് നോട്ട് ടു എക്സ് 2 ടൈംസ് ഇ റേസ് ടു മൈനസ്, ഇവിടെ ടിക്ക് പകരം എന്ത് കൊടുക്കണം? എക്സ് നോട്ട് കൊടുക്കണം. അപ്പോൾ എക്സ് നോട്ടിൻ്റെ വാല്യൂ നമുക്ക് കൊടുക്കായിരുന്നു. ഓക്കെ, കൊടുക്കാം. ഇനി റേസ് ടു മൈനസ് എക്സ് നോട്ട് സ്ക്വയർ ഈക്വൽ ടു ഇൻറ്റഗ്രൽ എക്സ് നോട്ട് എക്സ് 2 ഇ റേസ് ടു മൈനസ് ടി സ്ക്വയർ ഡി ടി എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ വരിക? വൈ ഓഫ് എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ ഓഫ് എക്സ് നോട്ട്. ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നതിന് മുന്നേ ഇവിടെ നിന്ന് തന്നെ നമുക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ വൈ ഓഫ് എക്സ് നോട്ട് എന്താണെന്ന് തന്നിട്ടുണ്ട്? എക്സ് നോട്ട് ഇവിടെ എന്താണ്? വൈ ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 1 ആണ് അല്ലേ? അപ്പോൾ എക്സ് നോട്ട് എന്ന് പറയുമ്പോൾ 0 ആണ്. ഇതാണ് നമ്മുടെ എക്സ് നോട്ട്. അപ്പോൾ ഇവിടെ എക്സ് നോട്ട് എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? 0 ടു എക്സ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അത് കൊടുക്കാൻ വിട്ടുപോയി. അപ്പോൾ നമുക്ക് ഇവിടെ കൊടുക്കാം. നിങ്ങൾ ചെയ്യുമ്പോൾ ഇവിടെ കൊടുത്താലും മതി, രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ ഇവിടെ വൈ ഓഫ് 0 എന്ന് വരും. വൈ ഓഫ് 0 എന്താണ്? 1 ആണ്. ഇവിടെ ഒന്നും കൂടി എഴുതാം. വൈ ഓഫ് 0 ഇൻറ്റു ഇ റേസ് ടു 0 വരും അല്ലേ? ഓക്കെ, ഇൻറ്റു ഇ റേസ് ടു 0 ഈക്വൽ ടു ഇൻറ്റഗ്രൽ എക്സ് നോട്ട് 0 ആണ്. അപ്പോൾ 0 ടു എക്സ് 2 ടൈംസ് ഇ റേസ് ടു മൈനസ് ടി സ്ക്വയർ ഡി ടി എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് വൈ ഓഫ് എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ ഓഫ് 0 എന്താണ്? 1 ആണ് അല്ലേ? അപ്പോൾ 1 ഇൻറ്റു ഇ റേസ് ടു 0 1 ആണ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എക്സ് നോട്ട് ടു എക്സ് 2 ടൈംസ് ഇ റേസ് ടു മൈനസ് ടി സ്ക്വയർ ഡി ടി എന്ന് വരും. ഓക്കെ, അതായത് വൈ ഓഫ് എക്സ് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു ഇവിടെ ഇൻറ്റഗ്രൽ എക്സ് നോട്ടിന് പകരം നമ്മൾ 0 കൊടുത്തിട്ടുണ്ട്. സോ 0 ടു എക്സ് 2 ഇ റേസ് ടു മൈനസ് ടി സ്ക്വയർ ഡി ടി. ഓക്കെ, അപ്പോൾ നോക്കാം. എറർ ഫംഗ്ഷനിൽ നമ്മൾ പറഞ്ഞത് ഇൻറ്റഗ്രൽ 0 ഇവിടെ ഇൻറ്റഗ്രൽ 0 ടു എക്സ് ആണ് അല്ലേ? അപ്പോൾ ഇൻറ്റഗ്രൽ 0 ടു എക്സ് ഇ റേസ് ടു മൈനസ് ടി സ്ക്വയർ ഡി ടി എന്ന് പറയുന്നത് എന്താണ്? എറർ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. അതിൻ്റെ കൂടെ ഒരു 2/√π കൂടി വേണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊരു 2/√π കുറവുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം? 2 ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരു √π കുറവാണുള്ളത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഒരു √π ഇൻറ്റു ചെയ്യുക, പിന്നെ ഒരു √π ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ √π/√π 1 വരും. ഇൻറ്റു 2 ഇൻറ്റു ഇൻറ്റഗ്രൽ 0 2 ഓൾറെഡി ഇവിടെ ഉള്ളതാണ്. അപ്പോൾ 2 ഇല്ലെങ്കിൽ 2നെയും കൂടി എടുക്കണം കേട്ടോ. അപ്പോൾ 2ഉം കൂടി ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? √π/2 ഇൻറ്റു 2/√π എന്ന് എടുക്കണം. ഓക്കെ, ഇൻറ്റഗ്രൽ 0 ടു എക്സ് ഇ റേസ് ടു മൈനസ് ടി സ്ക്വയർ ഡി ടി. സോ ഇതെന്ത് വരും? √π ഇൻറ്റു 2/√π 0 ടു എക്സ് 2/√π ഇൻറ്റഗ്രൽ 0 ടു എക്സ് ഇ റേസ് ടു മൈനസ് ടി സ്ക്വയർ ഡി ടി എന്ന് പറയുന്നത് എറർ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ് അല്ലേ? അപ്പോൾ ഇതിന് പകരം നമുക്ക് എന്തെടുക്കാം? എറർ ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് എഴുതാം. ഓക്കെ, സോ √π ഇൻറ്റു എറർ ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് എടുക്കാം. സോ ഇവിടെ വൈ എന്ത് വരും? വൈ ഓഫ് എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 അങ്ങോട്ടേക്ക് എടുത്താൽ 1 + √π ഇൻറ്റു എറർ ഫംഗ്ഷൻ ഓഫ് എക്സ് അല്ലേ? ഓക്കെ, ഇനി ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയറിനെ മറ്റേ സൈഡിലേക്ക് എടുത്താൽ എന്ത് വരും? വൈ ഓഫ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇവിടേക്ക് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും. അതായത് ഇൻറ്റു ദിസ് ഇൻറ്റു ഇ റേസ് ടു എക്സ് സ്ക്വയർ എന്ന് വരും അല്ലേ? അപ്പോൾ ഇ റേസ് ടു എക്സ് സ്ക്വയർ പ്ലസ് √π ഇൻറ്റു ഇ റേസ് ടു എക്സ് സ്ക്വയർ ഇൻറ്റു എറർ ഫംഗ്ഷൻ ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം, ഒന്നും കൂടി നോക്കുക. dy/dx - 2xy = 2, y of 0 = 1 ആണ്. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ചെയ്ത് വരിക. അപ്പോൾ ഇവിടെ എത്തുമ്പം എന്താണ് 2e - x² എന്ന് പറഞ്ഞൊരു ടേം വരും. ഈ e - x² ഇൻറ്റഗ്രേഷൻ നമുക്ക് അറിയില്ല അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് എന്താക്കി എടുക്കാം, നോൺ എലമെൻ്ററി ഡെറിവേറ്റീവ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുക, ഇൻറ്റഗ്രേറ്റിംഗ് ഫ്രം x0 to x. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഡമ്മി വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ആ ഡമ്മി വേരിയബിളിനെ t എന്ന് കൊടുത്തു. t വേരീസ് ഫ്രം x0 to x. സോ x0 to x ഡെറിവേറ്റീവ് ഓഫ് ദിസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ x0 to x 2e - t² dt എന്ന് വരും. അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന പോലെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് കിട്ടുന്നത് നമുക്ക് ഈ ഒരു ഫോമിലാണ് അല്ലേ. അപ്പോൾ y0 എന്ന് പറയുന്നത് നമുക്ക് 0 ആണ്, ഗിവൺ ആണ് അത്. സോ അതൊക്കെ കൊടുത്തു. സോ 0 to x 2e - t² dt എന്ന് പറയും. ഇതിനെ നമുക്ക് എറർ ഫംഗ്ഷൻ ഓഫ് x എന്ന് എഴുതണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു 1/√π കുറവുണ്ട്. അപ്പം √π/√π ഇൻറ്റു ചെയ്തു. സോ ദിസ് ഈസ് ഈക്വൽ ടു ഈ ഒരു ടേമിന് നമുക്ക് എറർ ഫംഗ്ഷൻ ഓഫ് x എന്ന് എടുക്കാം. പിന്നെ ബാക്കിയൊക്കെ സാധാ പോലെ y of x = e x² + √π ഇൻറ്റു e x² ഇൻറ്റു എറർ ഫംഗ്ഷൻ ഓഫ് x എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോൾവ് dy/dx - 2xy = 1 വിത്ത് y of 1 = 1. അപ്പോൾ ഇവിടെ p of x എന്ന് പറയുന്നത് എന്താണ്, 2x ആണ്, -2x ആണ്. ആൻഡ് f of x എന്ന് പറയുന്നത് 1 ആണ് അല്ലേ. കണ്ടീഷനും തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാം. ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ = e p of x into dx, ദാറ്റ് ഈസ് e -2x dx വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, നേരത്തെ ചെയ്ത പോലെ തന്നെ -2 ഇൻറ്റു ഇൻറ്റഗ്രൽ x dx എന്ന് പറയുമ്പോൾ x²/2 വരും. ദാറ്റ് ഈസ് e -x². ഓക്കെ, ഇനി എന്താണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഫോം എന്താ വരിക, d/dx ഓഫ് y ഇൻറ്റു ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ f of x ഇൻറ്റു ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് വരും. ദാറ്റ് ഈസ് d/dx ഓഫ് y ഇൻറ്റു ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ e x² ആണ്. f of x 1 ആണ്. സോ 1 ഇൻറ്റു e x² എന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നോൺ എലമെൻ്ററി ആൻറ്റി ഡെറിവേറ്റീവ് ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇൻറ്റഗ്രേറ്റിംഗ് ഫ്രം x0 x, അതായത് ഡെഫിനിറ്റ് ഇൻറ്റഗ്രേഷൻ യൂസ് ചെയ്യണം. അപ്പോൾ ഇതിന് നമുക്ക് ഡെറിവേറ്റീവ് ഓഫ് y ഇൻറ്റു e x² = 1 ഇൻറ്റു e x² എന്ന് പറഞ്ഞാൽ e x² dx എന്ന് എഴുതാം. അപ്പോൾ നമ്മളിവിടെ ഒരു ഡമ്മി വേരിയബിൾ t ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് t എങ്ങനെ x0 മുതൽ x വരെ ഇൻറ്റഗ്രേറ്റ് ചെയ്യും. സോ ഇൻറ്റഗ്രൽ x0 to x ഡെറിവേറ്റീവ് ഓഫ് y ഇൻറ്റു e x² = ഇൻറ്റഗ്രൽ x0 to x e x² dx. എക്സിന് പകരം എന്ത് കൊടുക്കണം, t കൊടുക്കണം അല്ലേ. സോ ഇൻറ്റഗ്രൽ -t² ഇൻറ്റഗ്രൽ x0 to x e t² dt എന്ന് വരും. ഓക്കെ, സോ ഇവിടെ x0 എന്ന് പറയുന്നത് എന്താണ്, y of 1 = 1 ആണ്. അപ്പോൾ x0 എന്ന് പറയുന്നത് 1 ആണ് അല്ലേ. സോ ഇവിടെ എന്ത് വരും, ഇൻറ്റഗ്രേറ്റിംഗ് ഫ്രം 1 to x d ഓഫ് y ഇൻറ്റു e t² = ഇൻറ്റഗ്രൽ 1 to x e t² dt എന്ന് വരും. ഓക്കെ, സോ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം, ഇൻറ്റഗ്രലും ഡെറിവേറ്റീവും വരുമ്പോൾ y ഇൻറ്റു e t² ഫ്രം 1 to x അല്ലേ. അപ്പോൾ y എന്ന് പറയുന്നത് ശരിക്കും y of t ആണ് ഇവിടെ. ഓക്കെ, സോ y of t ഇൻറ്റു e t² ഫ്രം 1 to x = ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഇൻറ്റഗ്രൽ 1 to x ഇൻറ്റഗ്രേഷൻ നമുക്കറിയില്ല. പക്ഷേ നമ്മുടെ എറർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ 0 to x ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഈ 1 to x എങ്ങനെ മാറ്റി എഴുതാം, ഇൻറ്റഗ്രൽ 0 to x മൈനസ് ഇൻറ്റഗ്രൽ 0 to 1 എഴുതാം അല്ലേ. ഇതിൽ കൂടെ ഇൻറ്റഗ്രൽ 0 to x നമുക്ക് എങ്ങനെ എഴുതാം, 0 to 1 പ്ലസ് 1 to x എന്ന് എഴുതാം. ഇൻറ്റഗ്രൽ 0 to x 0 to 1 പ്ലസ് 1 to x എന്ന് എഴുതാം. അതിന് 1 to x എന്ത് വരും, 0 to x മൈനസ് 0 to 1 എഴുതാം. ഓക്കെ, അപ്പോൾ അത് നോക്കാം. ദിസ് ഈസ് ഈക്വൽ ടു ഇവിടെ നമ്മൾ എഴുതുന്നത് 1 to x എങ്ങനെയാണ് എഴുതുന്നത്, ക്ലിയർ ആയില്ല. ഇൻറ്റഗ്രൽ 1 to x എന്ന് പറയുന്നത് അതായത് 0 to x എന്ന് പറയുന്നത് 0 to 1 പ്ലസ് 1 to x ആണ്. അപ്പോൾ 0 to നമുക്ക് കിട്ടേണ്ടത് 1 to x ആണ്. ഇതിനപ്പുറത്തെ സൈഡിലേക്ക് എടുത്താൽ മതി. അപ്പോൾ 0 to x മൈനസ് 1 to 0. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതണം, ഇൻറ്റഗ്രൽ 0 to x e t² dt മൈനസ് ഇൻറ്റഗ്രൽ 0 to 1 e t² dt. ഓക്കെ,
ഇങ്ങനെ എഴുതി. അപ്പോൾ ഇവിടെ എന്താ വരിക, ടിക്ക് പകരം എന്ത് കൊടുക്കുക, എക്സ് കൊടുക്കുക. അപ്പോൾ വൈ ഓഫ് എക്സ് ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ ഓഫ് 1 ഇൻറ്റു ഇ റേസ് ടു -1 അല്ലേ. ടിക്ക് 1 കൊടുത്താൽ ഇ റേസ് ടു -1 ഈക്വൽ ടു ഇവിടെ ഇൻറ്റഗ്രൽ 0 ടു എക്സ് ഇ റേസ് ടു -t സ്ക്വയർ ഡി ടി ആണ്. നമ്മുടെ എറർ ഫംഗ്ഷനിൽ ഇൻറ്റഗ്രൽ 0 ടു എക്സ് ഇ റേസ് ടു -t സ്ക്വയർ ഡി ടീൻ്റെ കൂടെ എന്തും കൂടി വേണം, ഒരു 2/√π കൂടി വേണം അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് 2/√π ഇൻറ്റു √π/2 എന്ന് കൊടുക്കാം. സോ 2/√π ഇൻറ്റു √π/2 ഇൻറ്റഗ്രൽ 0 ടു എക്സ് ഇ റേസ് ടു -t സ്ക്വയർ ഡി ടി മൈനസ് 0 ടു 1 എന്ന് പറയുന്നത് എന്താണ്, 0 ടു എക്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു 0 ടു എക്സ് ആണെങ്കിൽ എറർ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. അപ്പോൾ 0 ടു 1 എന്ന് പറയുമ്പോൾ എറർ ഫംഗ്ഷൻ ഓഫ് 1 ആണ് വരിക. അപ്പോൾ അവിടെ എന്തിൻ്റെ കുറവുണ്ട്, √π/2ൻ്റെ കുറവുണ്ട്. അപ്പോൾ അവിടെയും നമ്മൾ എന്ത് ചെയ്യണം, മൈനസ് 2/√π ഇൻറ്റു √π/2 integral 0 to 1 e raised to -t square dt. Okay, so this is equal to y of x into e raised to -x square. y of 1 തന്നിട്ടുള്ളത് 1 ആണ് അല്ലേ. അപ്പോൾ 1 ഇൻറ്റു ഇ റേസ് ടു -1 ഈക്വൽ ടു ഇവിടെ എന്ത് വരും, 2/√π ഇൻറ്റു 2/√π/2 വരും. അപ്പോൾ 2/√π ഇൻറ്റു ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ എറർ ഫംഗ്ഷനാണ്. അപ്പോൾ ഇവിടെ എന്താ വരിക, ബാക്കി √π/2 ഇൻറ്റു 2/√π ഇൻറ്റു ഇതെന്ന് പറഞ്ഞാൽ എറർ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്, മൈനസ് അതേപോലെ √π/2 ഇൻറ്റു 2/√π ഇൻറ്റു 0 to 1 e raised to -t സ്ക്വയർ dt എന്ന് പറഞ്ഞാൽ എറർ ഫംഗ്ഷൻ ഓഫ് 1 ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ. സോ ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, വൈ ഓഫ് എക്സ് ഇൻറ്റു ഇ റേസ് ടു -x സ്ക്വയർ ഈക്വൾ ടു ഇ റേസ് ടു -1നെ അപ്പുറത്തെ സൈഡിലേക്ക് എടുക്കാം. അപ്പോൾ അവിടെ മൈനസ് ആണ്, അങ്ങോട്ടേക്ക് പോകുമ്പോൾ പ്ലസ് വരും. സോ ഇ റേസ് ടു -1 പ്ലസ് √π/2 രണ്ടിലും കോമൺ ആണ്, അതിന് പുറത്തെടുക്കാം. √π/2 ഇൻറ്റു എറർ ഫംഗ്ഷൻ ഓഫ് എക്സ് മൈനസ് എറർ ഫംഗ്ഷൻ ഓഫ് 1 അല്ലേ. ഓക്കെ, അപ്പോൾ √π/2 നമ്മൾ ഔട്ട് സൈഡ് എടുത്തു, ബാക്കി ഉണ്ടാവും അങ്ങനെ ആയിരിക്കും. സോ നമുക്ക് കിട്ടേണ്ടത് വൈ ഓഫ് എക്സ് ആണ്. സോ വൈ ഓഫ് എക്സ് എന്ത് വരും, വൈ ഓഫ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു -x സ്ക്വയർ, അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇ റേസ് ടു എക്സ് സ്ക്വയർ വരും. സോ ഇ റേസ് ടു എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു -1 പ്ലസ് √π/2 ഇൻറ്റു എറർ ഫംഗ്ഷൻ ഓഫ് എക്സ് മൈനസ് എറർ ഫംഗ്ഷൻ ഓഫ് 1 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്ലിയർ അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് ആദ്യം സാധാരണ പോലെ ചെയ്തു വന്നു. ഇവിടെ എത്തിയപ്പോഴാണ് നമുക്ക് എന്താണ് നോൺ എലമെൻ്ററി ആൻറ്റി ഡെറിവേറ്റീവ് ഫംഗ്ഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, x0 എക്സിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തു. അപ്പോൾ നമ്മളൊരു ഡമ്മി വേരിയബിൾ ടി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, ബാക്കിയൊക്കെ നമ്മൾ ചെയ്തു വന്നു. പിന്നെ y of 1 കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഇൻറ്റഗ്രൽ 0 ടു എക്സ് ഇ റേസ് ടു, അതായത് ഇവിടെ നമുക്ക് ഇൻറ്റഗ്രൽ 1 ടു എക്സ് ആണുള്ളത്. ആ 1 ടു എക്സിന് നമ്മൾ 0 ടു എക്സ് മൈനസ് 0 ടു 1 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് എറർ ഫംഗ്ഷൻ എഴുതണമെങ്കിൽ ഒരു 2/√πൻ്റെ കുറവുണ്ട്. അപ്പോൾ 2/√π ഇൻറ്റു √π/2 എന്ന് എഴുതി. അപ്പോൾ ഇവിടെ വരെ ദിസ് ഇൻറ്റു ദിസ് എന്ന് പറഞ്ഞാൽ എറർ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. അപ്പോൾ √π/2 ഇൻറ്റു എറർ ഫംഗ്ഷൻ ഓഫ് എക്സ്. ഇവിടെ 2/√π ഇൻറ്റു ദിസ് എന്ന് പറഞ്ഞാൽ എറർ ഫംഗ്ഷൻ ഓഫ് 1 ആണ്. സോ നമുക്ക് സൊല്യൂഷൻ എന്ത് കിട്ടും, വൈ ഓഫ് എക്സ് ഈക്വൽ ടു ദിസ് കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ. ശരി, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. താങ്ക് യു.